അന്നേ പുറകിന്നൊരുത്തം കുത്താൻ വരുന്നുണ്ട് കേട്ടാ. വരട്ടങ്ങനെ വരട്ടെ. എന്നാ പ്ലാഞ്ചാണ് എന്റെ അമ്മച്ചിയെ. ഇവിടെ ഉണ്ടാന്ന് നോക്കാം. ആഹാ, നീ ഇവിടെ വന്നിരിക്കണ. നീ ഉമ്മണി പിള്ളേർക്കാണ് കൂടെ ഇരുന്നോ കേട്ടാ. നീ വിളിച്ചോ കേട്ടാ. അവരാ മക്കച്ചനെ തല്ലിക്കൊല്ലും. എടാ, നീ ഇന്നലെ മുതലാളിക്കടെ കൂടെ പോയി തല്ലിയത് മറന്നുപോയാ? ഇന്നലെ തല്ലിയതാ എപ്പാ? നീ മറന്നാലും അവരോർക്കണുണ്ട് കേട്ടാ. വക്കച്ച മുതലാളിനെ വക്കുവരെ അവരെ അടിച്ചു തെറിപ്പിച്ചു കളഞ്ഞു. എന്നാ പോകാം ബ്ലാക്കേ. അണ്ണൻ ഇവിടെ തല്ലിക്ക, ഞാൻ അവിടെ പോയി തല്ലിട്ട് വരാൻ കേട്ടാ. നീയൊക്കെ സണ്ണിയുടെ അനിയനെ തല്ലാൻ മാത്രമായോടാ. ഇവന്റെ വീട് ഞാൻ തുറക്കണേ. നിന്റെ അപ്പനെന്ന് പറയുന്ന തരകൻ നാറിയെ ചവിട്ടി കൊന്നിട്ട് സണ്ണിച്ചോടന്ന് പോകൂ. തുറക്കണേ. എന്താണ് ഈ കാണിക്കുന്നത്? ചെയ്യരുത്. അപ്പപ്പ ഇതാര് ബ്ലസ്സിക്കൊച്ചമ്മ? അപ്പൊ നീ മുട്ടിയ തുറക്കണ കൂട്ടത്തിലാണല്ലേടി. ബ്ലസ്സിക്കൊച്ചനെ തൊട്ടു പോകരുതും. ഇവനോ? ബ്ലാക്ക് വന്നടാ. തൈരോട്ടിക്ക് ഇറങ്ങി വാടാ. ഈ കൊറേലെ ഗുണ്ടകളുടെ ഗുണ്ട വന്നടാ. അടിച്ചു നേരത്തെ ബ്ലാക്കേ. അവന്റെ വരവ് കണ്ടിട്ട് ലക്ഷണപ്പശകാണ് കേട്ടാ. ഇവൻ ഓടാൻ പോണേണ് കേട്ടാ. ബ്ലാക്ക്, നീ ഓടല്ലേ കേട്ടാ. നീ ഓടിയാ തുറക്കാനും മുഴുവൻ ഓടും കേട്ടാ. പന്ന നാറി, നീയാണല്ലോടാ മുടിയാ എന്റെ അനിയനെ തല്ലിയത്. തല്ലിയത് ഞാനാ, പക്ഷേ എങ്കിൽ മുതലാളി പറഞ്ഞിട്ടാ. മുതലാളി എന്നാ പറഞ്ഞു നിന്നോട്? മുതലാളി പറഞ്ഞത് മുഴുവനും ഞാൻ ഓർക്കണില്ല. പക്ഷെ കയറി പ്ലാഞ്ചാൻ പറഞ്ഞു. പ്ലാഞ്ചാൻ പറഞ്ഞപ്പം ഞാൻ കയറി പ്ലാൻ ചെയ്യും. മുതലാളി പറഞ്ഞ നീ നിന്റെ അമ്മേനെ കെട്ടൂടാ. എന്റെ അമ്മേനെ കെട്ടാൻ പറ്റൂല, അവര് സത്തുപോയി. സാറിന്റെ അമ്മേനെ വേണമെങ്കിൽ കെട്ടാം. എന്നെ തല്ലരുത് കേട്ടാ, ഞാൻ മുതലാളി പറഞ്ഞിട്ടാണ് തല്ലിയത്. എന്റെ വ്യാകുല മാതാവേ, ഇനി മുതലാളി പറയാതെ പട്ടി തല്ലിയാലല്ല. എന്റെ അനിയനെ തല്ലൂല്ലടാ. ഈ മുതലാളിയിൽ അവിടെ പോയി കിടക്കേണ്. മാതാവേ, അവരെ തല്ലി കൊന്നിട്ടേ വരത്തുള്ള. മുതലാളിയെ ഞാനങ്ങോട്ട് വന്നടാ. മുതലാളിക്ക് ഓ, തരകം മുതലാളി എത്തിയ. എടാ നാറിക്ക മകനെ, നീ എന്റെ വീട്ടിൽ കയറി മേയാമാത്തം വളർന്ന ഈ കടാപ്പുറത്തുനിന്ന് എഴഞ്ഞേ പോവേ. നിനക്കറിയായോ ഈ നിൽക്കണത് ആരാണെന്ന്? 7 തുറന്ന തരകനാണ്. പിന്നെ പ്രവൃത്തിയിൽ കുറെ വിവരദോഷമുണ്ടെന്നല്ലാണ്ട് കായിന് ഒരു കുറവൂല കേട്ടാ. സൂക്ഷിച്ചിങ്ങട്ട് നിക്കണോട്ടനാ നീർക്കോലി. ഹലോ, ആരാ? തരകം മുതലാളിയാ. തരകം മുതലാളി അടിമേടിക്കാനുള്ള തിരക്കിലാണല്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടാ. താൻ ഇന്നലെ വീട്ടിൽ വന്ന എന്റെ അനിയനെ തല്ലിയല്ലേ? എടാ നാറിഹേ, പരനാറിഹേ,
എന്റെ ബ്ലസിമകളെ കെട്ടിക്കാനെ കൊണ്ട് നിന്റെ അനിയൻ കലക്ടർക്ക് 25 ലക്ഷം രൂപ മുൻകൂർ എന്നത് ഓർമ്മയുണ്ടല്ല. അവൻ വടിയായത് കൊണ്ട് കെട്ട് നടന്നില്ലല്ല. അപ്പം മേടിച്ച ശ്രീധനക്കാശ് തിരികെ തരണമല്ല. അത് മേടിക്കാനെ കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന എന്നാട് ഈ നിൽക്കണതിന്റെ അനിയൻ തന്റെ ഈ പേസ് കെട്ടുമേ നോക്കി പറയണേ. ചേട്ടന് വേണ്ടി ഉറപ്പിച്ചാണേലും കുഴപ്പമില്ല, അവൻ കയറി പൊറപ്പിച്ചോളാമെന്ന്. അല്ല മകനെ, നീ തന്നെ പറ. ഒറ്റത്തന്തക്ക് പറഞ്ഞ ഏത് തന്തയും ബ്ലാഞ്ചി പോകത്തില്ലേ? പിന്നെ എന്റെ കയ്യിൽ ആറ്റിക്കണ്ടല്ല എന്ന് കരുതി ഞാൻ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ടൊന്ന് മെഴുകിച്ച് ഞാൻ എന്റെ കർത്താവേ, എന്നെ ഇവന്മാര് ബ്ലാഞ്ചി കൊന്ന്. അയ്യോ, നമ്മുടെ ബ്ലാക്ക് എവിടെയാണാ? എടാ ബ്ലാക്ക്, ബ്ലാക്ക്, ബ്ലാക്കിലെ വിളിയടാ ഊളകളെ. മുതലാളിയുടെ അടുത്ത് കിടക്കുന്ന സാധനമാണ് ബ്ലാക്ക്. എടാ ബ്ലാക്ക്, നീ തന്നെ എനിക്കാണ്. എടാ എണീക്കടാ. അവൻ അടിച്ച് തല ചാച്ചി കളഞ്ഞില്ലേ മുതലാളി, പിന്നെ അവൻ എങ്ങനെ എണീക്കും? എടാ ബ്ലാക്ക്, എടാ ബ്ലാക്ക്, ബ്ലാക്ക്. അവൻ വിളി കേട്ടാ. എടാ എണീക്കടാ. പോയി. എടാ നരകം മുതലാളിയാണ് പറയണത്. എണീക്കടാ. 1 2 3. പോരട്ടെ പോരട്ടെ. കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടിയുടെ കാണാവുന്നതാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടിച്ച് കൊല്ലണോ പന്നി? ഇനി നമുക്ക് തല്ലി കാണാട്ടോ.